ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജെറമ്യായുടെ പുസ്തകം 31-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ജെറമ്യ പ്രവാചകൻ പ്രവാചക ദൗത്യം നിർവഹിക്കുമ്പോൾ വിഗ്രഹാരാധനയും സാമൂഹ്യ അനീതികളും വഴി കർത്താവിനെ തുടരെ പ്രകോപിപ്പിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം അടിമത്തത്തിലേക്ക് കൈവിട്ടു. അപ്പോൾ അടിമകളായി പോയ ജനത്തിന് കർത്താവ് നൽകുന്ന ഒരു ആശ്വാസ വചനമാണ് കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ജെറുസലം പരിത്യക്തമായിരിക്കുന്നുവെന്ന് ജെറമ്യ പ്രവചിച്ചെങ്കിലും ദൈവം തൻ്റെ ജനത്തെയും നഗരത്തെയും പൂർണ്ണമായി കൈവിടുകയില്ലെന്ന് ജെറമ്യായ്ക്ക് അറിയാമായിരുന്നു. വചനം മുഴുവനും നമ്മൾ നോക്കുമ്പോൾ തെറ്റ് ചെയ്യുന്ന ജനത്തെ ദൈവം ശിക്ഷിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ഒരിക്കലും പൂർണ്ണമായി കൈവിടിയുന്നില്ല. അവസാന നിമിഷമെങ്കിലും, അതായത് പാപത്തിൻ്റെ വഴിയെ പോകുന്ന ഏതൊരു മനുഷ്യനെയും അവസാന നിമിഷമെങ്കിലും വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തുടരെ ദൈവകൽപ്പന ലംഘിച്ചും ദൈവത്തെ വേദനിപ്പിച്ചും ജീവിച്ച ഒരു സമൂഹത്തെ പരിത്യക്തമായിരിക്കുന്നു എന്ന് പ്രവചിച്ചു ജെറമ്യ. എങ്കിൽ പോലും പൂർണ്ണമായും ആ ജനത്തെ കൈവിടില്ല എന്ന് ജെറമ്യ നന്നായിട്ട് പറയുന്നുണ്ട്. ഒരിക്കലും രക്ഷയില്ലാത്തതുപോലെ ദൈവം ഒരിക്കലും ആരെയും കൈവിടുന്നില്ല. അതുകൊണ്ടാണ് ജെറമ്യയുടെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറൂസലം പരിത്യക്തമായിരിക്കുന്നു എന്ന് പലതവണ ജെറമ്യ പ്രവചിച്ചു എങ്കിലും ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരുപാട് വചനങ്ങൾ ജെറമ്യയുടെ പുസ്തകത്തിലുണ്ട്. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. വലിയൊരു വിശ്വാസത്തിലേക്ക് ദൈവമക്കളെ ക്ഷണിക്കുകയാണ്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ധ്യാനിച്ചാൽ ഒരിക്കലും മതിവരാത്ത ഒരു വചനമായിട്ട് ഈ വചനം നിൽക്കുകയാണ്. നമുക്കറിയാം, ഒരിക്കലും പള്ളിയിൽ വരാത്ത ഒരു മനുഷ്യർ കൂദാശകൾ സ്വീകരിക്കുന്നതിൽ ഒരു താല്പര്യവും കാണിക്കാത്തവർ, ആണ്ടിലൊരിക്കൽ പോലും പള്ളിയിൽ വരാത്തവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഒരിക്കൽ മാനസാന്തരത്തിലേക്കും കൂദാശ ജീവിതത്തിലേക്കും വരുമ്പോൾ വലിയൊരു സന്തോഷം നമുക്ക് അനുഭവപ്പെടും. അങ്ങനെയുള്ളവരുടെ നാവിൽ വിശുദ്ധ കുർബാന വെച്ച് കൊടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം മനസ്സിന് തോന്നാറുണ്ട്. കാരണം ദൈവത്തിൻ്റെ അടുത്ത് പോലും വരാതെ കൂദാശകളിൽ നിന്ന് വളരെ അകന്ന് ജീവിച്ച് ഒരിക്കലും പള്ളിയിൽ വരാതെ വിശ്വാസ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും അകന്ന് ജീവിക്കുന്നവർ, അവർ വളരെ മനോഹരമായിട്ട് ഏതെങ്കിലും ഒരു അനുഭവത്തിലൂടെ മാനസാന്തരത്തിലേക്കും കൂദാശ ജീവിതത്തിലേക്കും വരുമ്പോൾ വലിയ ഒരു സന്തോഷം അനുഭവിക്കാറുണ്ട്. കാരണം അവരുടെ നാവിൽ വിശുദ്ധ കുർബാന വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ നിലനിൽപ്പിൻ്റെ വരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അൾത്താരയിൽ നിൽക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ പള്ളിയിൽ കാണുമ്പോൾ തന്നെ ദൈവമേ ഇവരെല്ലാം അങ്ങ് വിളിച്ചു കൊണ്ടുവന്നല്ലോ എന്നൊരു ചിന്ത മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. ഇത് വരുമ്പോൾ ധൂർത്തപുത്രൻ്റെ ഉപമ ഈശോ പറഞ്ഞിട്ടുണ്ട് ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ. ഈ ഉപമയിൽ ധൂർത്തപുത്രൻ്റെ വരവും കാത്തിരിക്കുന്ന ആ നല്ല പിതാവ്, അപ്പോൾ എത്രയോ ആകാംക്ഷയോടെ ആ പിതാവ് ആ ധൂർത്തപുത്രൻ്റെ വരവിന് കാത്തിരിക്കുന്നു.
ഒരിക്കലും പള്ളിയിൽ വരാത്തവർ പള്ളിയിൽ വന്ന് കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഇത്ര വലുതാണെങ്കിൽ പശ്ചാത്താപത്തിലേക്ക് വരുന്ന മനുഷ്യൻ്റെ ആ വരവിൽ ദൈവം എത്രത്തോളം സന്തോഷിക്കുന്നു, സ്വർഗം എത്ര സന്തോഷിക്കുന്നു. കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയിൽ ഈശോ പറയുന്നുണ്ട്, ആ വീട്ടമ്മ അടിച്ചു വാരി ആ നാണയം തപ്പി നടക്കും വീട് മുഴുവനും. കണ്ടു കിട്ടിക്കഴിയുമ്പോൾ അവൾ അയൽവാസികളെല്ലാം വിളിച്ചു കൂട്ടി പറയും, എൻ്റെ കാണാതായ നാണയം കണ്ടു കിട്ടിയിരിക്കുന്നു, നിങ്ങളും എന്നോടുകൂടെ സന്തോഷിക്കുക. ഇതുപോലെ കാണാതെ പോയ ഒരു ആട്ടിൻകുട്ടി, അതിനെ കണ്ടു കിട്ടുന്ന ഇടയൻ അവനും പറയും, എൻ്റെ ആട്ടിൻകുട്ടിയെ കാണാതെ പോയി, അതിനെ കണ്ടു കിട്ടിയിരിക്കുന്നു, നിങ്ങൾ സന്തോഷിക്കുക. അപ്പോൾ ഈ സന്തോഷം പടരുന്നുണ്ട്. ഇതുപോലെ ജെറമിയായുടെ പുസ്തകത്തിൽ ദൈവം ഇസ്രായേലിന് ശിക്ഷ കൊടുക്കുന്നുണ്ട് എങ്കിലും ആ തിരിച്ചു വരവിൽ ദൈവം ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് കർത്താവിൻ്റെ ആ ഉപമയും കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയിലൂടെയുമെല്ലാം ആ തിരിച്ചുവരവിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ സ്വർഗം എത്രത്തോളം സന്തോഷിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. നേരെ മറിച്ച് ചിന്തിക്കുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരെയും ഒത്തിരിയേറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ കാലം പള്ളിയിൽ വരാതെ മാറി നിൽക്കുന്നവർ പെട്ടെന്നൊരു സാഹചര്യത്തിൽ മാനസാന്തരത്തിലൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, ഇവനൊക്കെ എന്തിനും പള്ളിയിൽ വന്നതാ, ഇവനൊക്കെ പള്ളിയിൽ വരാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്, എന്തെല്ലാം കാട്ടിക്കൂട്ടിയ മനുഷ്യനാണ്, ഈ തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യരെയും ഒത്തിരിയേറെ പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനം, ദൈവം എല്ലാ മനുഷ്യരും തൻ്റെ സന്നിധിയിലേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. ജെറമിയായുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക, കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാ നിവാസികളെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരുന്ന ജനത്തോട് ഇങ്ങനെ പറയാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക, കാരണം അവർക്കുള്ള അവസാനത്തെ അറിയിപ്പാണ്. കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാ നിവാസികളെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. അതായത് അവരെ അടിമത്തത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. കാരണം അവരുടെ പാപപ്രവൃത്തികളും അവരുടെ തെറ്റുകളുമാണ് അവരെ ശിക്ഷയിലേക്ക് നയിക്കുന്നത്. കർത്താവിൻ്റെ വാക്ക് കേൾക്കാൻ കർത്താവ് നിർബന്ധിക്കുകയാണ് പ്രവാചകനിലൂടെ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. കർത്താവിൻ്റെ അവസാനത്തെ ശ്രമമാണ്. എന്തെല്ലാം മാർഗമാണ് ദൈവം പ്രവാചകരിലൂടെ തൻ്റെ മക്കളെ പിടിച്ചു നിർത്തുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായം 2 മുതലുള്ള വചനങ്ങളിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വലിയ വലിയ അനുഗ്രഹങ്ങൾ, ദൈവം പറയുന്ന അനുഗ്രഹങ്ങൾ തലമുറകളിലേക്ക് നീങ്ങുന്ന അനുഗ്രഹങ്ങളാണ്. മക്കളെയും മക്കളുടെ മക്കളെയും വരുന്ന തലമുറകളെയും എല്ലാം അനുഗ്രഹിക്കുന്ന ആ അനുഗ്രഹം അതെന്താണ്? നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ നേരെയാക്കുവിൻ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ അവസാനിപ്പിക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികൾ നേരെയാക്കുവിൻ. അതായത് വലിയൊരു മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. ഏതൊക്കെയാണ് ഈ അനുഗ്രഹങ്ങൾ? നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും
കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. അപ്പം വലിയൊരു അനുഗ്രഹം അവൻ്റെ ജീവിതം മുഴുവനും, അവൻ്റെ കുടുംബം മുഴുവനും, അവൻ്റെ ദേശം മുഴുവനും നീളുന്ന ഒരു അനുഗ്രഹം. അതായത് നഗരത്തിൽ നീ ചെന്നാൽ നീ അവിടെ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. നീ വയലിൽ പോയാൽ അവിടെയും നിനക്ക് അനുഗ്രഹം കിട്ടും. അതായത് നഗരത്തിൽ നീ ചെന്ന് നീ എന്താഗ്രഹിക്കുന്നുവോ അതൊക്കെ നിനക്ക് ലഭിക്കും. നിൻ്റെ വയലിൽ ചെന്ന് നീ എന്തൊക്കെ നട്ടുപിടിപ്പിക്കുന്നോ അതെല്ലാം അവിടെ വളരും. ഒന്നുപോലും കേട് സംഭവിക്കില്ല. നിൻ്റെ സന്തതികളും മക്കൾ അനുഗ്രഹിക്കപ്പെടും. അഭിവൃദ്ധി, ഒന്നിനുമേൽ ഒന്നായിട്ട് നിൻ്റെ മക്കൾ അഭിവൃദ്ധിപ്പെടും. സമൃദ്ധമായ വിളവുകൾ നിനക്ക് ലഭിക്കും. വലിയ വിളവ്, നീ പ്രതീക്ഷിക്കാത്ത വിളവ് നിനക്ക് ലഭിക്കും. നീ വളർത്തുന്ന മൃഗങ്ങളോ, നിൻ്റെ കന്നുകാലിക്കൂട്ടം, നിൻ്റെ ആട്ടിൻപറ്റം, ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇത് ഒന്നിനുമേൽ ഒന്നായിട്ട് അനുഗ്രഹിക്കപ്പെടുമ്പോൾ വലിയ കൃപകൾ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക്, അത് മാത്രമോ, നിൻ്റെ അടുക്കളയും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. അവിടെയൊന്നും ഒരു ദാരിദ്ര്യമുണ്ടാവില്ല. ഇവിടെയെല്ലാം സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതമായിരിക്കുമെന്ന് ദൈവം നിയമാവർത്തന പുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം അനുഗ്രഹിക്കാൻ മാത്രം നോക്കിയിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പിന്നെയോ നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം മുഴുവനും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. സ്വാഭാവികമായും മനുഷ്യ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാകാം. അപ്പം നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നീ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്നത് വഴി, നീ കർത്താവിൻ്റെ മകനായിരിക്കുന്നത് വഴി കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ ഭക്തന്മാർ, അവരെ മറ്റു മനുഷ്യർക്ക് ഭയമായിരിക്കും. കാരണം അവർ ദൈവത്തിൻ്റെ മക്കളാണ്. അബ്രാഹത്തോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനാരെങ്കിലും അവിടെ അവനെ ഞാൻ ശപിക്കും. അപ്പം ദൈവം അവിടെയും ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും സമൃദ്ധമായ അനുഗ്രഹം. അപ്പം ധാരാളം മക്കൾ നിനക്ക് ജനിക്കും, ധാരാളം കന്നുകാലികൾ നിനക്ക് ജനിക്കും. ഇതെല്ലാം ദൈവം നിനക്ക് നൽകും. സമൃദ്ധമായ വിളവ് നൽകി നിന്നെ സമ്പന്നനാക്കും. കർത്താവ് ആകാശം തുറന്ന് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്കോ കടം വാങ്ങേണ്ടി വരില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ ഈ അഭിവൃദ്ധികളെല്ലാം നിനക്ക് ഉണ്ടാകും. ഇതെല്ലാം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ഇതിന് നേരെ എതിരുമുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരുന്നാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ നീ ധിക്കരിച്ചാൽ നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നഗരത്തിൽ ചെന്നാലും നിനക്ക് ഗതി പിടിക്കില്ല, വയലിൽ ചെന്നാലും നീ അനുഗ്രഹിക്കപ്പെടില്ല, നീ അവിടെ ശപിക്കപ്പെട്ടവനായിരിക്കും. നിൻ്റെ അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും. നിൻ്റെ സന്തതികളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ ശബ്ദനായിരിക്കും. അപ്പോൾ അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാം ഇവനിലേക്ക് സമൃദ്ധമായിട്ട് വരുന്നു. ഒരൊറ്റ കണ്ടീഷനാണ്, നീ ദൈവത്തെ അനുസരിക്കുക. സകല പ്രവൃത്തികളിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഇതിൻ്റെ കാരണം ദൈവം അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദൈവം ആ വാഗ്ദാനം പാലിക്കുന്നവനാണ്. ഈ ഭൂമി ദൈവം ദാനമായി ദൈവമക്കൾക്ക് നൽകിയതാണ്. നമ്മൾ ലോകത്ത് എവിടെ നോക്കിയാലും ഇന്ന് അനുഗ്രഹമാണോ ദൈവത്തിൻ്റെ ശാപമാണോ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ ദൈവം നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ തന്നിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ ഇന്ന് ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടോ, അതോ ദൈവം കൊടുത്ത ശാപമാണോ ഇന്ന് നിലനിൽക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും. കാരണം
രോഗങ്ങൾ. ഒത്തിരിയേറെ മനുഷ്യർ രോഗികളായിത്തീരുന്നു. മാരക രോഗത്തിലൂടെ പലരും കടന്നു പോകുന്നു. സൗഖ്യം പ്രാപിക്കാൻ സാധ്യതയില്ലാത്ത രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു. ആശുപത്രികളുടെ എണ്ണങ്ങൾ പെരുകുന്നു. ആശുപത്രികളിൽ രോഗികളുടെ എണ്ണങ്ങൾ പെരുകുന്നു. വലിയ സാമ്പത്തിക ബാധ്യത ഈ രോഗീ ചികിത്സയ്ക്ക് ഒത്തിരിയേറെ മനുഷ്യർക്ക് വരുന്നു. അപകടങ്ങൾ ഒത്തിരിയേറെ പെരുകുന്നു. ദുരന്തങ്ങൾ ഒത്തിരിയേറെ സംഭവിക്കുന്നു. ഒത്തിരിയേറെ നമ്മൾ ഇന്നൊരു വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ സുരക്ഷിതമായിട്ട് നമ്മൾ തിരിച്ചെത്തണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വലിയൊരു കൃപ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങി നമ്മൾ തിരിച്ചു വരത്തില്ല. അപ്പോൾ അപകടങ്ങൾ പെരുകുന്ന ഒരു കാലഘട്ടം. എല്ലാ ജീവിതങ്ങളിലും ഒരുപാട് തകർച്ചകൾ സംഭവിക്കുന്നുണ്ട്. ഈ തകർച്ചകളെല്ലാം പലതും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നേക്കുമായിട്ട് പലതും തകർന്നു പോകുന്നുണ്ട്. ഒത്തിരിയേറെ കുടുംബങ്ങൾക്ക് തകർച്ചകൾ, ഒത്തിരിയേറെ ജീവിതങ്ങൾക്ക് തകർച്ചകൾ സംഭവിക്കുന്നുണ്ട്. പലതും സുഖപ്പെടുത്താനാവാത്ത വിധം തകർന്നു പോകുന്നുണ്ട്. കാലാവസ്ഥകൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിയൊരു മേഖലയായിരുന്നു നല്ല കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കുമെന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്. ഇന്ന് നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കാലാവസ്ഥ തകിടം മറിയുകയാണ്. നമുക്കാർക്കും പറയത്തില്ല എന്തായിരിക്കും കാലാവസ്ഥയുടെ അവസ്ഥ എന്ത്. ഒരു മഴക്കാലം, ഒരു മഞ്ഞുകാലം, ഒരു വേനൽക്കാലം, ഇങ്ങനെയൊക്കെ ഒരു പ്രകൃതിക്കൊരു ക്രമമുണ്ടായിരുന്നു. ഈ ക്രമങ്ങളെല്ലാം താളം തെറ്റി. മഴക്കാലത്തിൻ്റെ അവസ്ഥ വല്ലാതെയായി, വേനൽക്കാലത്തിൻ്റെ അവസ്ഥ വല്ലാതെയായി, മഞ്ഞുകാലത്തിൻ്റെ അവസ്ഥ വല്ലാതെയായി. അപ്പോൾ ഈ താളങ്ങളൊക്കെ തെറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ആ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്, അതോ ദൈവം നൽകിയ ആ ശാപത്തിൻ്റെ കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ഇവിടെയൊക്കെ തിരുത്തുവാനുള്ളൊരു വലിയ കൃപയും ദൈവം നമുക്ക് തരുന്നുണ്ട്. അതാണ് നിൻ്റെ കരച്ചിൽ നിർത്തുക, കണ്ണീർ തുടയ്ക്കുക, ജെറമ്യായിലൂടെ പറയുന്നത്. കരച്ചിൽ നിർത്തി നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം പോകുന്നു. അങ്ങനെയെങ്കിൽ വഴിതെറ്റി എന്ന ഉറപ്പ് ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള വലിയ ഒരു അവസരം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ തരികയാണ്. വഴിതെറ്റി എന്ന ഉറപ്പുണ്ടെങ്കിൽ ഓരോരുത്തരും തിരുത്തണം. എവിടെ തെറ്റി അവിടെ തിരുത്തുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം വെച്ച് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആധ്യാത്മിക ജീവിതം, നമ്മൾ വചനം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കരുപിടിപ്പിക്കേണ്ടത് ആ ഒരു വ്യത്യാസമാണ്. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം: ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. ബാറൂക്ക് പ്രവാചകൻ പറയുകയാണ്, ആ കാലഘട്ടത്തിലെ പ്രത്യേകതയൊക്കെ വെച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. അത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പറ്റിയതാണ് ഈ നിലം പറ്റൽ. ഈ ജീവിതത്തിൽ നിലം പറ്റി എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ് എങ്കിൽ ഈ നിലം പറ്റിയ അവസ്ഥയിൽ നിന്നും തിരിച്ചു വരാൻ ദൈവം എപ്പോഴും നമ്മളെ ക്ഷണിക്കുകയാണ്. കാരണം കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ തിരുവചനം: എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ വിചാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ പ്രീതിക്കായി യാചിച്ചില്ല. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ വിചാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ പ്രീതിക്കായി ഞങ്ങൾ യാചിച്ചില്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന വലിയൊരു തെറ്റാണ് എന്ന് ബാറൂക്ക് പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ബാറൂക്ക് പ്രവാചകൻ്റെ വചനം നിലം പറ്റി എന്ന്, ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി എന്ന് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ വിചാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല, കർത്താവിൻ്റെ പ്രീതിക്കായി യാചിച്ചില്ല എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നുണ്ട് എങ്കിൽ അങ്ങോട്ടേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ സ്വഭാവം മല്ലടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. എന്നും ദൈവത്തോട് മല്ലടിക്കുന്ന ഒരു സ്വഭാവം. ഈ സ്വഭാവമാണ് അവരെ ഒത്തിരിയേറെ തകർച്ചയിലേക്കും
അടിമത്തത്തിലേക്കും നയിച്ചത്. അപ്പം ഇസ്രായേൽ ജനം മല്ലടിച്ചതുപോലെ മല്ലടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. കാരണം പാപം ചെയ്ത് കഠിന ഹൃദയമായി വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയം കഠിനമാക്കി കഴിയുമ്പോൾ അത് ദൈവത്തോടുള്ള ഒരു മല്ലടിക്കലായിട്ട് തീരുന്നു. എത്ര പറഞ്ഞാലും, എത്ര ശ്രമിച്ചാലും, എത്ര അനുഭവങ്ങൾ വന്നാലും തിരുത്താത്ത ഒരു ജീവിതമാണ് എങ്കിൽ അത് മല്ലടിക്കുന്ന ഒരു സ്വഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദൈവത്തോട് മല്ലടിക്കുന്ന ആ സ്വഭാവം, അപ്പം ദൈവജനത്തിന് ഐശ്വര്യത്തിൻ്റെ ഒരു സമൃദ്ധി ദൈവം വാഗ്ദാനം ചെയ്തു. ദൈവം ഇസ്രായേലിനെ സ്വന്തമായി എടുത്തു. എൻ്റെ ദൈവം പറഞ്ഞതെന്താ? ദൈവം അവർക്ക് ആദ്യം നൽകിയ ഉടമ്പടി, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. അവിടെ ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ദൈവത്തിൻ്റെ സ്വപ്നം എന്തായിരുന്നു? ദൈവത്തിൻ്റെ രാജ്യം, അതാണ് ഇസ്രായേൽ. ദൈവം ഉടയവനായ രാജ്യം, അതാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന രാജ്യം. ആ ദൈവമക്കളെല്ലാവരും, ആ ജനത മുഴുവനും ദൈവത്തിൻ്റെ ഹിതമാണ് നിറവേറ്റുന്നത്. ദൈവിക നിയമങ്ങൾ, ദൈവം തന്നെ എഴുതി കൊടുത്ത ആ നിയമങ്ങൾ, അത് പാലിക്കുന്ന ഒരു രാജ്യം. സത്യം, നീതി എല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യം. ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. അപ്പം സ്വർഗത്തിൽ ദൈവത്തിനൊരു നീതി നടപ്പാകുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നീതി നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലും നമ്മുടെ സമൂഹത്തിലും ഈ ദൈവരാജ്യ അനുഭവം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു രാജ്യമാണ് അതിനാണ് ദൈവം തന്നെ സ്വന്തം കൈപ്പിടയിൽ 10 പ്രമാണങ്ങൾ എഴുതി കൊടുത്തത്. അപ്പം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകാൻ പ്രാർത്ഥിക്കാനാണ് അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചത്. അപ്പം ദൈവം പറഞ്ഞു കൊടുത്ത മുഴുവൻ നിയമങ്ങളും പ്രാവർത്തികമാകുന്ന ഒരു രാജ്യം, അതാണ് ഇസ്രായേൽ എന്ന് ദൈവം സ്വപ്നം കണ്ടു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നത് പലപ്പോഴും പോലീസിനെയും പട്ടാളത്തെയും ചിലപ്പോൾ ചില ശിക്ഷകളെയും ഒക്കെ ഭയന്നുകൊണ്ടായിരിക്കും. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുന്നു? സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കും, അത് നമുക്കറിയാം. സീറ്റ് ബെൽറ്റ് എന്തിനാണ് ഇടുന്നത്? ഞാൻ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും കാരണത്താൽ ഞാൻ പോകുന്ന വാഹനമൊന്ന് മറിഞ്ഞു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അപ്പോൾ എൻ്റെ സുരക്ഷിതത്വത്തിനായിട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടുന്നു എന്നൊരു ചിന്തയില്ലാതെ പോലീസ് പിടിക്കും എന്നൊരു ചിന്തയോടെയാണ് പലപ്പോഴും നല്ലൊരു ശതമാനം മനുഷ്യരും നിയമങ്ങൾ പാലിക്കുന്നത്. ബൈക്ക് ഓടിക്കുന്ന യാത്രക്കാരൻ എന്തുകൊണ്ട് ഹെൽമറ്റ് വെക്കാൻ പോലീസ് പിടിക്കും, അതുകൊണ്ട് ഹെൽമറ്റ് വെക്കുന്നു? എൻ്റെ സുരക്ഷിതത്വത്തിനായിട്ട്, അഥവാ ഞാൻ എവിടെയെങ്കിലും മറിഞ്ഞു വീണാൽ എൻ്റെ തല എനിക്ക് സംരക്ഷിക്കണം, അതിനു വേണ്ടി ഞാൻ ഹെൽമറ്റ് വെക്കുന്നു എന്നൊരു ചിന്ത നമുക്കുണ്ടോ? ഇല്ല. നമ്മൾക്ക് പലപ്പോഴും പോലീസിനെ പേടിച്ചും നിയമത്തെ പേടിച്ചും ശിക്ഷയെ പേടിച്ചും ഫൈൻ പേടിച്ചുമാണ് നമ്മൾ പലപ്പോഴും നിയമങ്ങൾ പാലിക്കുക. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, എൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി, എൻ്റെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെ പ്രതി, എന്നെ ബഹുമാനിക്കുന്നവരോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ തെറ്റ് ചെയ്യാതെ ജീവിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ സന്തോഷത്തോടുകൂടി സീറ്റ് ബെൽറ്റ് ഇടും, സന്തോഷത്തോടുകൂടി എൻ്റെ തല സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഹെൽമറ്റ് വയ്ക്കും. അപ്പം ദൈവം ഇസ്രായേലിനെ സംരക്ഷിച്ചത് എത്ര സുരക്ഷിതത്വത്തോടു കൂടിയാണ്, ദൈവം എത്ര ആഗ്രഹിച്ചാണ്. നെഹമ്യായുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നു, അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല, പകൽ അവരെ നയിച്ച മേഘസ്തംഭവും രാത്രി വഴികാട്ടിയ അഗ്നിസ്തംഭവും അവരെ വിട്ടുപോയില്ല. അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകമുറപ്പിച്ചു, മന്നായും ദാഹജലവും തുടർന്ന് നൽകി. 40 വർഷം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു. അവർക്കൊന്നിനും കുറവില്ലായിരുന്നു. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ പാദം വീങ്ങിയില്ല. ഈ കൃപകൾ ഉള്ള ഒരു ജീവിതമായിരുന്നു അവരുടെ. ഇതിനൊരു നന്ദിയാണ് ദൈവമേ എൻ്റെ വിശ്വസ്തത. ഇതിന് ദൈവം നൽകിയ ഈ സ്നേഹത്തിന്, ദൈവം നൽകിയ ഈ പരിപാലനയ്ക്ക് ഒരു പ്രത്യുത്തരമായിട്ട് ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഈ കരുതലിന് ഞാനൊരു നന്ദി നൽകുന്നു. ഈ രക്ഷയ്ക്ക് ഞാനൊരു നന്ദിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. അവിടുത്തെ കൽപ്പനകളും അവിടുത്തെ പ്രമാണങ്ങളും ഞാൻ അനുസരിക്കുന്നു. ദൈവം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടെ ദൈവത്തെ മാനിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു.
ഈ ഒരു മനോഭാവത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആരെയും പേടിച്ചല്ല, എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നു. ഈ ഒരു ചിന്ത ആഴത്തിൽ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, അങ്ങയുടെ പ്രമാണങ്ങളോടും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിനും കരുതലിനും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളെ എത്രത്തോളം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഓർക്കാനും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും ഞങ്ങളെ എന്നും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അങ്ങമ്മയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.